സദ്ദാമിൻ്റെ അനുയായികളെ ഒന്നൊന്നായി പിടിച്ച് കൊന്നുകളഞ്ഞു. സദ്ദാമിനെയും അദ്ദേഹത്തിൻ്റെ മക്കളായ അടുത്ത ഇറാഖ് ഭരണാധികാരി ആകേണ്ടിയിരുന്ന ഉദയ് ഹുസൈനെയും രണ്ടാമത്തെ മകൻ ഖുസൈ ഹുസൈനെയും പിടിച്ച് നൽകിയാൽ ഏകദേശം 128 കോടി ഇന്ത്യൻ രൂപയാണ് 2003 അമേരിക്കൻ സൈന്യം പ്രഖ്യാപിച്ചത്. സദ്ദാമിനെ ഒറ്റുകൊടുത്താൽ 256 കോടി രൂപയും. അങ്ങനെ അമേരിക്കൻ സൈന്യത്തിന് ഒരു ഇറാഖി പൗരൻ ഉദയ് ഹുസൈനും ഖുസൈ ഹുസൈനുമുള്ള രഹസ്യ താവളം ഒറ്റുകൊടുക്കുന്നു. സദ്ദാമിൻ്റെ മക്കളെ സൈന്യം ആക്രമിച്ച് കൊലപ്പെടുത്തി. പിന്നീട് 6 മാസത്തിനുള്ളിൽ സദ്ദാമിനെ ജീവനോടെ പിടികൂടി. ഒരു കിണറ്റിനടിയിൽ ഒളിച്ചു കിടക്കുകയായിരുന്നു സദ്ദാം. എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന മുഖമുള്ള നരച്ച നീളൻ താടിയുള്ള ഒരു മനുഷ്യൻ. ഡിസംബർ 2003 സദ്ദാം പിടിയിലായി. പിന്നീട് അമേരിക്കയുടെ വിചാരണയും. അമേരിക്ക പ്രതിഷ്ഠിച്ച ഒരു ഡമ്മി ഇറാഖ് സർക്കാർ അയാളെ ഏകദേശം 3 വർഷത്തോളം വിചാരണ ചെയ്തു. ഒരു കാലത്ത് ഭയഭക്തിയോടെ ലോകം നോക്കിയ സദ്ദാമിനെ പിടിയിലാക്കുമ്പോൾ കാണുന്നത് അതിദാരിദ്രനായ, ആരോഗ്യം ക്ഷയിച്ച നിലയിലായിരുന്നു. പിടികൂടിക്കൊണ്ട് പോകുമ്പോഴും അയാൾ ഒന്നേ പറഞ്ഞുള്ളൂ, അത് എൻ്റെ ഇറാഖാണ്, എൻ്റെ ഇറാഖ്.